മയക്കുമരുന്നുമായി തൃശൂരിൽ ഡോക്ടർ പിടിയിലായി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൌസ് സർജനും കോഴിക്കോട് സ്വദേശിയുമായ അഖിൽ മുഹമ്മദ് ഹുസൈനാണ് പിടിയിലായത്. നിരോധിത മയക്കുമരുന്നായ MDMA-യാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. 2.4 ഗ്രാം MDMA-യും ഹാഷിഷ് ഓയിലുമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. മെഡിക്കൽ കോളേജിലെ 15ഓളം ഡോക്ടർമാർ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് പിടിയിലായ സർജൻ പോലീസിന് മൊഴി നൽകി. കോഴിക്കോട് ജാഫർ ഖാൻ കോളനി. ഇവിടെ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ? MBBS കഴിഞ്ഞു. പിന്നെ ഏതാ? ഇന്റേൺഷിപ്പ്. ഹൗസ് സർജൻസി കഴിഞ്ഞോ? കഴിയാറായി. ഇനി എത്ര ആളുണ്ട്? 15 ദിവസം കൂടെ ഉള്ളോ? ഇത് എത്ര കാലമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട്? 3 വർഷമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. എന്തൊക്കെ ഉപയോഗിക്കും? കഞ്ചാവ്, ഓയില്, MDMA, LSD. ഓക്കെ. ഇവിടെ എത്ര പേര് മെഡിക്കൽ കോളേജിൽ എത്ര ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട്? 15 ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട്. 15 ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടർമാരുടെ പേരെന്താ? സ്ഥിരമായിട്ട് പേര് പറഞ്ഞ? അലാവുദ്ദീൻ, സോണി, സഹല്, അർഷദ്, അജ്മല്, ആൽബിൻ. ഓക്കെ. മെഡിക്കൽ കോളേജ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലിൽ ഷാഡോ പോലീസും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പുലർച്ചെ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് അഖിൽ മുഹമ്മദ് പിടിയിലാകുന്നത്. മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചതാണെന്നാണ് വിവരം. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന വിവരം പോലീസിന് മുൻപ് തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന. പോലീസ് എത്തുമ്പോൾ അഖിൽ മുഹമ്മദ് മാത്രമാണ് ഹോസ്റ്റലിലുണ്ടായിരുന്നത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കേരള ടുഡേ, തൃശൂർ.